சி ஜோசப் விஜய் எனும் நான் விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். இத்தனை கோடி மக்கள் என் கூட இருக்கும் போது எது வந்தாலும் பாத்துக்கலாம், என்ன வந்தாலும் பாத்துக்கலாம். ശരിക്കും ഗൂസ്ബം മൊമെന്റ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഉറ്റുനോക്കിയിരുന്ന ഒരു സത്യപ്രതിജ്ഞയായിരുന്നു ഇന്ന് രാവിലെ നടന്നത്. ശ്രീ ജോസഫ് വിജയ് എന്ന ഇളയ ദളപതിയുടെ സത്യപ്രതിജ്ഞ, തമിഴ്നാട് ചീഫ് മിനിസ്റ്ററായിട്ടുള്ള സത്യപ്രതിജ്ഞ. ഇത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം. കാരണം ആ മനുഷ്യനെ എത്രമാത്രം ചവിട്ടി തേക്കാൻ പറ്റുമോ അത്രമാത്രം ചവിട്ടി തേക്കാൻ ശ്രമിച്ചിട്ടും അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു മൊമെന്റ് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഈ സത്യപ്രതിജ്ഞയ്ക്ക് ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞൊരു വാചകം, ജനങ്ങളുടെ ഒരു ചില്ലിക്കാശ് പോലും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത്. ഈ ഒരൊറ്റ വാചകമാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. മറ്റെല്ലാം അവിടെ നിൽക്കട്ടെ, അദ്ദേഹം ഓഫർ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഈ പറഞ്ഞൊരു വാചകം നമ്മുടെ നാട്ടിൽ എത്ര മന്ത്രിമാർക്ക് നെഞ്ചിൽ കൈവച്ചത് പറയാൻ പറ്റും? ജനങ്ങളുടെ ഒരു ചില്ലിക്കാശ് പോലും എനിക്ക് വേണ്ട എന്ന്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനും എനിക്കോ വേണ്ട എന്ന് എത്ര മന്ത്രിമാർക്ക് പറയാൻ പറ്റും ധൈര്യത്തോടെ? അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ എത്ര യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മന്ത്രിമാർ വരും? ഇവിടെ സത്യപ്രതിജ്ഞ നടന്നപ്പോൾ കണ്ടൊരു കാഴ്ച, പലരും യങ്സ്റ്റേഴ്സ് ആണ്. അതുകൊണ്ടുള്ള ഗുണം, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല ഐഡിയാസും ആ സംസ്ഥാനത്തിൽ ഇനി നടക്കുമെന്ന് ഒരു വിശ്വാസം എനിക്കുണ്ടായി. പക്ഷെ നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്കിടയിൽ എത്ര യങ്സ്റ്റേഴ്സ് ഉണ്ട്? എത്ര യങ്സ്റ്റേഴ്സ് ഉണ്ടാവും? വിരൽ എണ്ണാൻ ഒരാളുണ്ടാവും? ഉറപ്പില്ല, പ്രതീക്ഷയില്ല. ഇവിടെ ഇപ്പൊ യങ്സ്റ്റർ ആയിട്ടുള്ള ആള് മന്ത്രിയാവണമെങ്കിൽ അയാൾക്ക് 60 വയസ്സാവണം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ അതായിരിക്കും. 60 വയസ്സിന് മേലുള്ള ആൾക്കാർക്ക് മന്ത്രിയാവാനുള്ള യോഗ്യതയുള്ളൂ. പറയുന്ന റീസൺ എന്താണ്? എക്സ്പീരിയൻസ്. അവിടെ ഇപ്പോഴത്തെ മന്ത്രിമാരായ ആൾക്കാർക്ക് എത്ര പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്? ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പാർട്ടികളിൽ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഞാൻ ഇന്ന പാർട്ടി ഒന്നും പറയുന്നില്ല, ഏത് പാർട്ടി ആയിക്കോട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ച പാർട്ടികളിൽ എത്ര പാർട്ടികളിൽ ഒരു ചെറുപ്പക്കാരൻ മന്ത്രിയായിട്ടുണ്ട്? ഇപ്പൊ ഇനി ഭരിക്കാൻ പോകുന്ന പാർട്ടിയിൽ അടിയാണ്, കസരക്കളി കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോഴും ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് കണ്ടെത്തിയിട്ടില്ല. അതാണ് അവസ്ഥ. ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. ഇന്നലെ പറയുന്നത് കേട്ടു, തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് കേട്ടു, പുറത്തേക്ക് വിട്ടിട്ടില്ല. ഒരാളെ മേളിൽ നിന്ന് കെട്ടിയിറക്കുന്നു. അർഹതപ്പെട്ടവന് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. അർഹതപ്പെട്ട ആളുടെ കയ്യിലേക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോഴും ഞാൻ പറയുന്നത്, ആ മന്ത്രിസഭയിൽ എത്ര യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മന്ത്രിമാരുണ്ടാവും? ചാൻസ് ഇല്ല. ഇനി ഏത് കാലത്ത് ഉണ്ടാവും? എത്ര വർഷം കാത്തിരിക്കണം? അടുത്തൊരു 10 വർഷം അല്ലെങ്കിൽ അടുത്തൊരു 20 വർഷം കാത്തിരിക്കാൻ തയ്യാറാണ്. പക്ഷേ ആ സമയത്ത് മന്ത്രിയാവുന്നത് ആരായിരിക്കും? ഇപ്പോഴത്തെ ഒരു 35-40 വയസ്സുകാരനായിരിക്കും അന്നത്തെ മന്ത്രി. അന്ന് അവന്റെ പ്രായം 55-60 വയസ്സ്. ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു ശാപം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മാറ്റം എപ്പോൾ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. അതിനി മറ്റൊരു പാർട്ടി ഇവിടെ ഉടലെടുക്കേണ്ടിയിരിക്കുന്നു. CPM-ഉം CPI-യും കോൺഗ്രസും BJP ഒന്നും അല്ലാതെ വേറൊരു പാർട്ടി ഇവിടെ ഉയർത്തെഴുന്നേറ്റ് വരേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം, അത്രമാത്രം.